ഹലോ ഹലോ നമസ്കാരം മാഡം. വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് മിനി എന്നാ. മിനി എന്നാണ്. മിനി എവിടെയാ വിളിക്കുന്നത്? എവിടെയാ വിളിക്കണേ? ഞാൻ ഏറ്റുപുഴ. ചോദിച്ചോളൂ കേട്ടോ. മാഡം എന്റെ പേര് മിനി എന്നാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ആവുന്നു. അപ്പോ മഞ്ചേരി കോടതിയിൽ പ്രശ്നങ്ങളായ സമയത്ത് തന്നെ ഇപ്പൊ കേസ് പല പ്രാവശ്യം ഞാൻ പോകും മാസത്തില് കേസിനായി കൗൺസിലിംഗ് നടത്തി എല്ലാം കഴിഞ്ഞിട്ട് അയാൾ പറയുന്നത് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേസിന് പോയപ്പോ അയാള് 6 മാസമായിട്ട് ഗൾഫിലാണെന്ന് അറിയുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ മേഡം? 4 വർഷമായിട്ട് നിങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്? അതെ അതെ. കേസ് എന്തിനു വേണ്ടിയാ കൊടുത്തത്? എന്തിനു വേണ്ടിയാ കൊടുത്തത് കേസ്? 6 മാസമായിട്ട് ഗൾഫിലായി. നിങ്ങൾ എന്തിനു വേണ്ടിയാ കേസ് കൊടുത്തത്? ഹലോ. അതായത് സ്ത്രീധന ചോദിച്ച സഹോദരിയും ഭർത്താവിന്റെ അമ്മയും എല്ലാരും കൂടെ വഴക്കാണ്. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ 6 മാസമായിട്ടും കേസ് കൊടുത്തു. സ്ത്രീധന പീഡനത്തിനാണോ കൊടുത്തത്? 498 എന്ന് പറയുന്ന സ്ത്രീധന പീഡനത്തിന് വേണ്ടിയാണ് കേസ് കൊടുത്തതെങ്കിൽ ഇവൻ കോടതി വന്ന് ജാമ്യം എടുത്തിരുന്നോ? അവര് വന്നു ജാമ്യം വന്നായിരുന്നു. വന്ന് ജാമ്യം എടുത്താണോ? പല പ്രാവശ്യം കേസിന് വരും ഫാമിലി. നിങ്ങൾ ഏത് കോടതിയിലാണ് കേസ് കൊടുത്തത്? വഞ്ചൂര് മജിസ്ട്രേറ്റ് കോടതിയിലാണോ കേസ് കൊടുത്തത്? അതെ അതെ. അങ്ങനെ കേസ് കൊടുത്തെങ്കിൽ അവൻ വന്ന് ജാമ്യം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവനെ ഗൾഫിൽ പോകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു. അവന് പാസ്പോർട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കോടതി പരാതി കൊടുത്തത് പിടിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ ചുമതലയായിരുന്നു നേരത്തെ. അത് ചെയ്തില്ല. ഇനി അവൻ എപ്പോൾ വരുന്നോ അപ്പോൾ അവന്റെ പേരിൽ നടപടി നടന്നുകൊണ്ടിരിക്കും. അവന് വരുന്ന സമയം അനുസരിച്ച് അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. കോടതിയിൽ നിന്ന് ഇപ്പൊ വാറണ്ട് ആയി കാണുമല്ലോ. അപ്പൊ വാറണ്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ മാസം തോറും കേസിന് പോകും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുപറ്റി പറഞ്ഞ ആരോ പറഞ്ഞെന്ന് ഇതേപോലെ പുള്ളിക്കാരെ ഇവിടെ ഇല്ല, 6 മാസം ഗൾഫിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ കോടതി വരുന്നില്ല. ഇപ്പൊ വരുന്നില്ല, ഇപ്പം ഗൾഫിലാണെന്നാ പറയുന്നേ. നിങ്ങള് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്ത്രീ പീഡനത്തിനുള്ള കേസ് കൊടുത്തെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങൾ പോകേണ്ട എല്ലാ മാസവും പോകുന്നുണ്ടോ അവിടെ? നിങ്ങളെ വിസ്തരിച്ചോ? കുടുംബ കോടതിയിൽ താഴെയാണ് കൊടുത്തത്. കുടുംബ കോടതിയിലാ കൊടുത്തത്. അപ്പൊ സ്ത്രീധന പീഡനത്തിനല്ല കൊടുത്തത് ആണോ? അതോ ഡൈവോഴ്സിനാണോ കൊടുത്തത്? മേഡം ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് അതിനകത്ത് പ്രധാനമായ കാര്യം. നിങ്ങൾ ആദ്യം കേസ് കൊടുക്കുമ്പോൾ എന്തിനാണ് കേസ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം. സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസാണ്. ഫാമിലി കോടതി കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഭർത്താവ് നിങ്ങളെ കൊണ്ടുപോയി താമസിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെലവിന് കിട്ടണം, അല്ലെങ്കിൽ ഡൈവോഴ്സ് വേണം. അത് ആണ് ഫാമിലി കോടതി കിടക്കുന്ന കേസ്. ചെലവിന് കിട്ടുന്നുണ്ടോ? ചെലവിന് തന്നോ? ഇല്ല ഇല്ല. 4 വർഷം കേസ് പറയുന്നു, പക്ഷെ ഒരു പോലും തന്നിട്ടില്ല. ഇപ്പൊ 6 മാസം കൊണ്ട് അയാൾ വരുന്നില്ല, ഗൾഫിലെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വസ്തു ഉണ്ടോ? അയാൾക്ക് വസ്തു ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ഗൾഫിലാണെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങൾ അത് അന്വേഷിച്ചിട്ടാണ്. വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അവിടെ. അതെയോ? എനിക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാരും പറയുന്നു അയാളെ ഇനി വരുത്തിക്കാൻ പറ്റും ഗൾഫിലാണെങ്കിൽ എന്ന്. വരുത്തിക്കാനൊക്കെ പറ്റും, പക്ഷെ അതിന്റെ അഡ്രസ്സും എല്ലാം നിങ്ങൾ കോടതി കൊടുക്കേണ്ടി വരും. പിന്നെ അയാൾക്ക് വസ്തു വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ജപ്തി ചെയ്യാം. ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് ചെലവിന് തരേണ്ട ബാധ്യത അയാൾക്കുണ്ട്. അയാൾ വരുന്ന സമയം കണ്ടുപിടിക്കുക, അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇല്ല, ഇപ്പൊ അയാൾ വരാൻ വേണ്ടിട്ട് എന്തെങ്കിലും കേസ് കൊടുക്കാനുള്ള പരിഹാരം ഉണ്ടോ മേഡം? ഇതിപ്പോ കേസ് കിടക്കുകയല്ലേ? അതെ അതെ, കേസ് കിടക്കുന്നു. കേസ് കിടക്കുമ്പോ അയാളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അയാൾ വന്നോണ്ട് അയാൾ ചെലവിന് കിട്ടിയില്ലെങ്കിൽ അയാൾ വരുമ്പോ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അയാളെ വരുത്തി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു വർഷം 2 വർഷം കണ്ടേ പറ്റുള്ളൂ പറയുന്നത്. അയാളുടെ വസ്തു അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും അയാള്. ഓക്കെ. എനിക്കത് ഈ കുട്ടി ഒരു ശരിക്കും പ്രോപ്പറായിട്ടാക്കുന്ന എനിക്ക് നമ്മൾ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് ശരിക്കുള്ള കുട്ടിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എന്താ കൊടുത്ത്, ഏത് കോടതിയിലാ കൊടുത്ത്, എന്താണ് കേസെന്ന് പുള്ളിക്കാരിക്ക് തന്നെ
ഒരു ഐഡിയ ഇല്ല. കേസ് അതാണ് പലർക്കും പറ്റുന്ന കാര്യം. കേസ് കൊണ്ടുപോയി അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു, എന്തോ ചെയ്യുന്നുണ്ട്, ഞാൻ കോടതി വരാൻ പറഞ്ഞു വന്നു. അതല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. കോടതിയിൽ കേസ് കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് നമ്മൾ കൊടുത്തത് എന്ന് നമുക്ക് തന്നെ ഒരു അവയർനെസ് വേണം. എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് നടപടി ചെയ്യണം അത് ചോദിച്ച് മനസ്സിലാക്കണം. ഇനി എൻ്റെ ഭർത്താവിനെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തു, ഭർത്താവ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനി ഭർത്താവ് വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭർത്താവിന് പുറത്തു പോകാൻ ഉള്ള നീക്കമുണ്ട്, അതിനെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം. ഈ പലർക്കും, അതായത് ഇപ്പം സമൂഹത്തിൽ ഇരിക്കുന്ന ഒരുവിധം എല്ലാ ആൾക്കാർക്കും തന്നെ ഈ ലീഗൽ സൈഡ് അതിനെക്കുറിച്ച് ഒരു അവബോധം കുറവാണ്. പിന്നെ അതിന്റെ മെയിൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നൊരു ചിന്തയാണ്. അവരെല്ലാം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്യും. എസ്പെഷ്യലി അതെനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. എന്റെ വക്കീലെല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് മിണ്ടാതിരിക്കുക. അഡ്വക്കേറ്റ്സിന് ഒരാളുടെ കേസ് ഡീൽ ചെയ്താൽ പോരാ, പല ആൾക്കാരുടെ നമ്മളും കൂടെ നമ്മുടെ കാര്യത്തിന് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അത് സ്പീഡായിട്ട് നടക്കുകയുള്ളൂ. ഇപ്പം ഇവിടെ വന്ന് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ കൂടി നന്നായിട്ട് ആൾക്കാരിൽ ഈ അവബോധം എത്തിക്കണം. മാത്രമല്ല ഈ നമ്മൾ ഇപ്പം ലീഗൽ സൈഡും ഇതൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നിയമങ്ങളും ഭേദഗതികളും ഒക്കെ വന്നാലും നമ്മുടെ സൊസൈറ്റിയിലൊരു വളരെ ഒരു ചേഞ്ച്, സമഗ്രമായിട്ടൊരു ഒരു ചേഞ്ച്, അത് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു കൂട്ടായ്മ, അതായത് നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് സമൂഹത്തിൽ അഡ്വക്കേറ്റ്സ്, ജഡ്ജിമാർ ഇവർക്കെല്ലാം അതിനകത്ത് നല്ല, ഞങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം മുൻകൈ എടുക്കുന്നത്. ഈ നിയമത്തിനുള്ള ഭേദഗതി വരുത്തണം. അത് ഞങ്ങളുടെ എല്ലാം അഡ്വക്കേറ്റ്സ് എന്ന ഗ്രൂപ്പിന്റെ ഒരു സൊസൈറ്റിയുടെ, ഞങ്ങളുടെ ബാർ അസോസിയേഷൻ, ബാർ ഫെഡറേഷൻ, ബാർ കൗൺസിൽ ഇവരെല്ലാം കൂടെ ശ്രമിച്ചതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ തന്നെ വന്ന ഈ മാറ്റങ്ങളുടെ എല്ലാം കാര്യം. തീർച്ചയായിട്ടും നല്ല നല്ല മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. സൊസൈറ്റിയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഇവിടെ വന്നതിന് വളരെ താങ്ക്സ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ